നമസ്കാരം. ഇപ്പോൾ നടക്കുന്ന ഈ യുദ്ധത്തോടു കൂടിയിട്ട് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇനി പൂർവ്വദേശത്തേക്ക്, പൗരസ്ത്യ ദേശങ്ങളിലേക്ക് കടന്നു വരുന്നതിനെക്കുറിച്ച് ഇനി അവർ ചിന്തിക്കുക പോലുമില്ല ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് ഈ യുദ്ധത്തോട് കൂടിയിട്ട്. ഈ യുദ്ധം കഴിയുന്നതോട് കൂടിയിട്ട് ക്രമാനുഗതമായിട്ട് മിഡിൽ ഈസ്റ്റിൽ ഉള്ള അമേരിക്കൻ സാന്നിധ്യം ക്രമാനുഗതമായിട്ട് ഡിക്ലൈൻ ചെയ്ത് ഇല്ലാതായിട്ട് മാറും. പിന്നീട് ഒരിക്കൽ ഉണ്ടാകാനും പോകുന്നില്ല. അങ്ങനെ വരുന്ന സമയത്ത് ഇസ്രായേലികളുടെ സ്ഥിതി എന്താകും അത് നമുക്ക് ഭാവനയിൽ ഇങ്ങനെ കാണാം. ഏതൊരു സിനിമാ പാട്ടില്ലേ, ആരോരുമില്ലാത്ത തെരുവു തണ്ടി, उत्तर में देखो, दक्षिण में देखो, पश्चिम में देखो, पूर्व में देखो, ऊपर देखो, നീച്ചെ देखो, എവിടെ തിരിഞ്ഞാലും ശത്രുക്കൾ മാത്രമുള്ള രാജ്യമാണ് ഇസ്രായേൽ. ആകെ കൂടി അമേരിക്കയുടെ ഒരു അനുഗ്രഹം, അമേരിക്കയുടെ വാലും പിടിച്ച് നടക്കുക, അതില്ലാതായി കഴിഞ്ഞാൽ അവരുടെ കാര്യമാണ് ഏറ്റവും വലിയ ഗതികേട്. നമ്മൾ ചരിത്രത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. ഇസ്രായേലി മാധ്യമ പ്രവർത്തകൻ അലോൺ മിസ്രാഹി, ഞാനത് സ്പെല്ലിങ് തന്നെ പറഞ്ഞുതരാം, ALON, അലോൺ മിസ്രാഹി, MIZRAHI, ഇതാണ് അദ്ദേഹത്തിൻ്റെ പേര്. വെറുതെ നമ്മൾ TV-യിൽ പലരും പല പേര് പറയുന്ന ആൾക്ക് മനസ്സിലാവില്ല. എനിക്കത് മനസ്സിലായത് പണ്ട് എന്നോട് ഒരാൾ ചോദിച്ചു, സ്വാമിയുടെ നാട് എവിടെയാണ് ചോദിച്ചു. ഞാൻ പറഞ്ഞു തൃശ്ശൂർ എവിടെ? അയ്യന്തോളം എന്ന് പറഞ്ഞു. അങ്ങനെ എഴുതി അയ്യണ്ടൂർ എന്ന് എഴുതി വെച്ചു. അതിന് ശേഷം ഒരാളുടെ സ്വാമിയുടെ വീട് എവിടെയാണ്? ഞാൻ അയ്യന്തോള, AYYANTHOLE എന്ന് പ്രത്യേകം പറയും. കാരണം നമ്മൾ പ്രൊണൗൺസ് ചെയ്യുന്നത് അതുപോലെ അവർക്ക് മനസ്സിലാവണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത് ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾക്ക് തപ്പി നോക്കാം. ALONMIZRAHI, അലോൺ മിസ്രാഹി. അദ്ദേഹം മാധ്യമപ്രവർത്തകനാണ്. ഇസ്രായേലിലെ വളരെ പ്രശസ്തനായിട്ടുള്ള മാധ്യമപ്രവർത്തകനാണ്. അദ്ദേഹം പറയുകയാണ്, നമ്മൾ ചരിത്രത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അമേരിക്കൻ സൈനിക താവളങ്ങളെ അത്രത്തോളം സമഗ്രമായും വൻതോതിലും ദൃഢനിശ്ചയത്തോടു കൂടിയുമാണ് ഇറാൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു കാര്യം ആരും പ്രതീക്ഷിച്ചതല്ല, നിരീക്ഷിച്ചതുമല്ല. ആയതുകൊണ്ട് തന്നെ അത്തരമൊരു ഒഫൻസീവ് തന്ത്രത്തിന് അതിനെ നേരിടാൻ ലോകം തയ്യാറെടുത്തിരുന്നില്ല. വെറും 4 ദിവസത്തിനുള്ളിൽ മേഖലയിലുള്ള സൈനിക മേധാവിത്വം വിപുലീകരിക്കുന്നതിൽ വിജയിച്ചു കഴിഞ്ഞു എന്ന് നമ്മൾ കാണുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ മൂല്യമേറിയതും ചെലവേറിയതുമായിട്ടുള്ള സൈനിക താവളങ്ങളും വസ്തുവകകളും ഉപകരണങ്ങളും ഇറാൻ തകർത്ത് വിട്ടിട്ടുണ്ട്. എല്ലാം അമേരിക്കയുടെ അതാണ്. കിടക്കുന്ന അറേബ്യൻ കൺട്രികളിലാണ് കിടക്കുന്നത്. വളരെ മൂല്യമേറിയ ഉപകരണങ്ങളാണ്, അധുനാതനമായിട്ടുള്ള ഉപകരണങ്ങളാണ്, ശാസ്ത്ര സാങ്കേതികത്വത്തിൻ്റെ കൊടുമുടി കയറി നിൽക്കുന്ന ഉപകരണങ്ങൾ, വളരെ ചെലവേറിയിട്ടുള്ള സൈനിക താവളങ്ങൾ, അവിടെയുള്ള എല്ലാ വസ്തുവകകളും അവർ തകർത്ത് കളഞ്ഞിട്ടുണ്ട്. ബഹ്റൈനിൽ, കുവൈറ്റിൽ, ഖത്തറിൽ, സൗദി അറേബ്യ എന്നിവിടങ്ങളിലെ അമേരിക്കൻ താവളങ്ങൾ ലോകത്തിൽ തന്നെ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ 1-ാം നമ്പർ. എവറസ്റ്റ് കൊടുമുടിയുടെ മേലെ എത്തി നിൽക്കുകയാണ് അവർ. അത്രയും വലിയ സൈനിക കേന്ദ്രങ്ങളാണ്, അതുകളെയാണ് തകർത്തിട്ടുള്ളത്. കഴിഞ്ഞ അനേകം വർഷങ്ങളായിട്ട് ട്രില്യൺ കണക്കിന് ഡോളർ ചെലവഴിച്ചിട്ടാണ് ഇതൊക്കെ നിർമ്മിച്ചു വെച്ചിട്ടുള്ളത്. 30-ലധികം വർഷത്തെ സൈനിക ചെലവുകൾ ഇപ്പോഴെന്തായി? അതത്രയും
ഇടുക്കിയിലെ ഷൂ ആയിപ്പോയി. ആരാണ് ഇടുക്കിയിലെ ഷൂ? ഇടുക്കിയിലെ ഷൂ ആയിപ്പോയി. മണിയാണ് എന്തായാലും പറയാം, സഖാവ് മണി ആശാൻ. അതിന് പറഞ്ഞ് മറ്റേ സുധാകരൻ ഷൂ ആണെന്ന്. അപ്പോൾ സുധാകരൻ തിരിച്ചു പറഞ്ഞു ഇടുക്കിയിലെ ഷൂ എന്ന്. എനിവേ, കഴിഞ്ഞ 10-30 വർഷമായിട്ട് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 1979 മറ്റോ ഷാ പല്ലവി അമേരിക്കയുടെ കളിപ്പാവ അദ്ദേഹം നാട് കടത്തപ്പെട്ട സമയത്ത് അവിടെ വന്ന ഇസ്ലാമിക് ഭരണം അത് വന്നതോടുകൂടി അതിന് നേരെ നോട്ടം വെച്ചിരിക്കുകയായിരുന്നു. 30 വർഷമായിട്ട് ഉണ്ടായ സൈനിക ചെലവുകൾ, ഈ ബേസ് ഉണ്ടാക്കുമ്പോൾ അതിൽ കഴിഞ്ഞുകൂടുന്ന ആൾക്കാർക്ക് അവരുടെ ശമ്പളങ്ങൾ എന്നിത്യാദി കാര്യങ്ങളും അവിടെ കൊണ്ടുവരുന്ന മെഷീനറി സാധനങ്ങൾ എന്തിനു പറയണു, ഇപ്പം അതെല്ലാം യൂസ്ലെസ് ആയി മാറിയിരിക്കുകയാണ്. ദശലക്ഷക്കണക്കിന് ഡോളർ വിലമതിക്കുന്ന റഡാറുകൾ നിമിഷ നേരം കൊണ്ട് നശിപ്പിക്കപ്പെടുന്നത് നമ്മൾ കണ്ടതാണ്. സൈനിക താവളങ്ങളെല്ലാം ഉപേക്ഷിക്കപ്പെട്ടതായും കത്തിക്കപ്പെട്ടതായും കൊള്ളയടിക്കപ്പെട്ടതായിട്ടും തകർക്കപ്പെട്ടതായിട്ടും അതും നമ്മൾ കണ്ടു. അത് തുടക്കം വെച്ച് ഖത്തറിലാണ്. ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഇദ്ദേഹം നമ്മളുടെ മാധ്യമ പ്രവർത്തകൻ അലോൻ മിസ്രാഹി അദ്ദേഹം പറയുകയാണ്, അദ്ദേഹം ഇസ്രായേലി മാധ്യമ പ്രവർത്തകനാണ് കേട്ടോ. അദ്ദേഹം പറയുകയാണ്, ഞാൻ നിങ്ങളോട് പറയുകയാണ്, എൻ്റെ അറിവിൽ പേൾ ഹാർബർ ഒഴികെ അമേരിക്കയുടെ ചരിത്രത്തിൽ ഇത്രയും വലിയൊരു നാശനഷ്ടം ഉണ്ടായിട്ടില്ല. ജപ്പാൻകാരാണ് പേൾ ഹാർബർ ആക്രമിച്ചത്, അതിനെ തുടർന്നാണ് യുദ്ധം ഉണ്ടായത്, ലോകമഹായുദ്ധം ഉണ്ടായത്. പക്ഷെ അത് വെറും ഒരു ആക്രമണം മാത്രമായിരുന്നു. ഒരു പരമ്പരാഗതമായിട്ടുള്ള യുദ്ധത്തിൽ മറ്റൊരു ശത്രുവും ഇറാൻ ഇപ്പോൾ അമേരിക്കൻ സൈനിക ശക്തിയോട് ചെയ്യുന്ന പോലെ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇത് വിശ്വസിക്കാൻ പ്രയാസമാണ്. സൈനിക സാഹചര്യം അത്രമേൽ ഗുരുതരമാണ്. ആയതുകൊണ്ട് തന്നെ സെൻസർഷിപ്പ് ഈ യുദ്ധത്തെക്കുറിച്ചുള്ള മിക്കവാറും എല്ലാ പുതിയ വിവരങ്ങളും തടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. യുദ്ധം തുടങ്ങിയ സമയത്തുണ്ടായിരുന്ന വീര്യം ഇപ്പോൾ നമ്മുടെ ചാനലുകൾക്കില്ല. കാരണം അവർക്ക് ഒരു വാർത്തയും അവിടുന്ന് കിട്ടുന്നില്ല. അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും മുന്നേറ്റങ്ങളും കാര്യങ്ങളും സംബന്ധിച്ചൊരു വാർത്തയും അവർക്ക് വരുന്ന അടി തടവുകൾ അതിനെക്കുറിച്ചുള്ളൊരു വാർത്തയും പുറത്തേക്ക് വരുന്നില്ല. ശ്രദ്ധിച്ചു കഴിഞ്ഞൊരു കാര്യം നമുക്ക് കാണാൻ പറ്റും. ഓരോ ദിവസം കഴിയും തോറും വിവരങ്ങൾ കുറഞ്ഞ് ഇന്ന് ഞാൻ TV വെച്ച് നോക്കിയപ്പോൾ യുദ്ധ വിവരങ്ങളേ ഇല്ല, അവിടെ ഒന്നും കിട്ടുന്നില്ല. 35 വർഷങ്ങൾക്ക് മുൻപ് ആദ്യത്തെ ഇറാഖ് യുദ്ധസമയത്ത് ഇറാഖിൽ നിന്ന് എണ്ണമറ്റ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അവിടെ നടക്കുന്ന ഓരോ ദൃശ്യങ്ങളും നമ്മൾ TV-യിലും മറ്റുള്ള പടങ്ങളുമായിട്ട് നമ്മൾ കണ്ടിരുന്നു. അന്ന് സ്മാർട്ട് ബോംബുകളും ക്യാമറകളും അത് അന്നത്തെ ഡിജിറ്റൽ വലിപ്പം വന്നിട്ടില്ലല്ലോ, അതൊരു പുതിയ കാര്യമായിരുന്നു. എങ്കിലും എല്ലാ രാത്രിയിലും രാത്രികാല ദൃശ്യങ്ങൾ കാണിക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ നമുക്ക് വീഡിയോകളൊന്നും തന്നെ കാണാൻ കഴിയുന്നില്ല. ഇവിടെ ഒരു മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയെന്നും ഏറ്റവും വലിയ വ്യോമസേനയുള്ള രാജ്യമെന്നുമാണ് അമേരിക്ക അറിയപ്പെടുന്നത്. ഇറാൻ പ്രതിരോധം അമേരിക്ക തകർത്തു എന്ന് പറയുമ്പോൾ ഇന്നിപ്പോൾ 10, 12, 13, 14 ദിവസങ്ങളായി. ഇത്രയും ദിവസമായിട്ടും ഇറാൻ ആകാശത്ത് അമേരിക്കൻ മേധാവിത്വത്തിൻ്റെ ഒരു ലക്ഷണവും കാണാനില്ല. ടെഹ്റാനിലോ ഇറാൻ്റെ മറ്റേതെങ്കിലും ഭാഗത്തോ പറക്കുന്ന നമ്മുടെ വിമാനങ്ങൾ, ഇസ്രായേലിൻ്റെയോ അമേരിക്കയുടെ വിമാനങ്ങൾ, അതിൻ്റെ വീഡിയോ റെക്കോർഡുകളൊക്കെ ഇപ്പോൾ എവിടെ? ഒന്നും കാണാനില്ല. അമേരിക്കൻ സൈനികർക്ക് ഇറാൻ മണ്ണിൽ കാലുകുത്തുക എന്നുള്ളത് അത് സ്വപ്നം പോലും കാണാൻ കഴിയാത്തൊരു കാര്യമാണ്. ഈ യുദ്ധം എത്രത്തോളം പ്രതീക്ഷയില്ലാത്തതാണ് എന്ന് മനസ്സിലാക്കാൻ ട്രംപ് ഭരണകൂടത്തിൽ നിന്നുള്ള ഏറ്റവും വിചിത്രമായ നിർദ്ദേശങ്ങൾ മാത്രം കേട്ടാൽ മതി. ട്രംപ് പറയുന്നത് കേട്ടാൽ മതി. പേർഷ്യൻ ഗൾഫിൽ നിന്ന് പുറപ്പെടുന്ന ഓയിൽ ടാങ്കറുകൾക്ക് സൈനിക അകമ്പടി നൽകാനാണ് അവർ നിർദ്ദേശിക്കുന്നത്. നിങ്ങൾ എന്ത് വിഡ്ഢിത്തമാണ് പറയുന്നത്? ആയിരക്കണക്കിന് ഇറാൻ മിസൈലുകളുടെ പ്രഹര പരിധിക്കകത്താണ് അമേരിക്കൻ കപ്പലുകളെ ഈ ഹോർമുസ് കടലിടുക്ക് കിടക്കുന്നത്. അതായത് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ മിസൈൽ എടുത്തിങ്ങനെ വലിച്ചിട്ടാൽ മതി, അത്ര അടുത്താണ് ഹോർമുസ് കടൽ. അവരുടെ പരിധിയിൽ കിടക്കുന്നൊരു കാര്യമാണ്.
അവിടേക്ക് അമേരിക്കൻ കപ്പലുകളെ അയക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊലയ്ക്ക് കൊടുക്കുക എന്നാണ് അർത്ഥം. അതാണ് ഇപ്പോൾ ട്രംപ് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഹോർമുസ് കടലിടുക്കിലൂടെ ആർക്കും കടന്നു പോകാൻ കഴിയില്ല. ഇറാനികൾ പതിറ്റാണ്ടുകളായിട്ട് ഇതിനു വേണ്ടി തയ്യാറെടുക്കുകയാണ്. കുർദിഷ് മിലീഷ്യകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഒഫീഷ്യൽ ആർമി സംവിധാനങ്ങളും ഒഫീഷ്യൽ സൈനിക സംവിധാനങ്ങൾക്കപ്പുറം അവിടെയുള്ള സാധാരണക്കാരെ സംഘടിപ്പിച്ച് അവരെ ചുട്ടിയും കോലും കല്ലും ഒക്കെ കൊടുത്ത് അവരെ രംഗത്തിറക്കുക, അടി വാങ്ങിച്ചു കെട്ടാൻ വേണ്ടിയിട്ട്. അതിനാണ് മിലീഷ്യ എന്ന് പറയുന്നത്. കുർദിഷ് അത് ഒരു വിഭാഗമാണ്. ഈ കുർദിഷുകൾ അവിടെ എന്നും ലഹളി ഉണ്ടാക്കുന്നവരാണ്. കുർദിഷ് മിലീഷ്യകളെ ആയുധമണിയിച്ച് ഇറാൻ പിടിച്ചടക്കാം എന്നുള്ള ആശയം ഇത് അമേരിക്കയിൽ നിന്ന് ചിലർ മുന്നോട്ട് വെച്ചിരുന്നു. ഭയാനകമായിട്ട് ടെറിബിൾ വിഡ്ഢിത്തമാണത്. നിങ്ങൾ ഇറാൻ്റെ ഭൂപടം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ട്രംപ് ഭരണകൂടം ഇറാൻ്റെ മാപ്പ് കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. അതെത്ര വലുതാണെന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ ഇറാനെ അധിനിവേശം ചെയ്യുക എന്നാൽ എന്താണെന്നറിയാമോ? 10,000 പേരുള്ള ഒരു മിലീഷ്യയ്ക്ക് ഇറാനെ കീഴടക്കാൻ കഴിയും എന്ന് കരുതുന്നുണ്ടോ? കരുതാം. ആർക്കും എന്തും കരുതാമല്ലോ. അത്രമാത്രം. ഇനി 10,000 പേരെന്നല്ല, അത് 50,000 പേരാണെങ്കിലും ഇനി 1,00,000 മിലിറ്ററി ആണെങ്കിൽ പോലും, മിലീഷ്യക്കാരാണെങ്കിൽ പോലും ഇറാൻ അവരെ ഇങ്ങനെ പിടിച്ചു കളയും. ഇറാന് 1,00,000 മിലീഷ്യ, കൃത്യമായിട്ടുള്ള സൈനിക സേവനം നടത്തി വരുന്നവരെല്ലാം മിലീഷ്യകൾ. പ്രാകൃത യുദ്ധം മാത്രമേ അവരുടെ കയ്യിലുണ്ടാകുള്ളൂ. അത് 1,00,000 ആണെങ്കിൽ പോലും അവർ വിഴുങ്ങിക്കളയും. അമേരിക്കയും ഇസ്രായേലും ഈ യുദ്ധത്തിൽ ഏതാണ്ട് പരാജയപ്പെട്ട് കഴിഞ്ഞു. അമേരിക്കയ്ക്കും ഇസ്രായേലിനും ദശലക്ഷക്കണക്കിന് സാധാരണക്കാരെ അവരുടെ വീടുകളിൽ ഒന്ന് കൊല്ലാം. അതിലേക്ക് അവർക്ക് കഴിയും. അവർക്ക് ശക്തമായിട്ടുള്ള ബോംബുകളുണ്ട്, കെട്ടിടങ്ങൾ തകർക്കാൻ കഴിയും. പക്ഷെ അവർക്ക് ഈ യുദ്ധം ജയിക്കാൻ കഴിയില്ല. ഇറാൻ്റെ സൈനിക അടിസ്ഥാന സൗകര്യങ്ങളും ആയുധങ്ങളും ഇറാൻ്റെ എവിടെയൊക്കെ ഉണ്ടോ അവിടെ, ഇറാൻ എത്രത്തോളം അത്ര വിസ്തൃതിയുള്ള സ്ഥലമാണ്, അവിടെയെല്ലാം ഭൂമിക്കടിയിലാണ് അവർ ഡംപ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ഭൂമിക്കടിയിലാണ് അവർ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത്. അമേരിക്കക്കാർക്കോ പ്രത്യേകിച്ച് ഇസ്രായേലികൾക്കോ അവിടേക്ക് എത്താൻ ഒരു വിധത്തിലും അവർക്ക് അവിടേക്ക് എത്താൻ കഴിയില്ല. അവർ അത്രയും മോശമായിട്ടുള്ള അവസ്ഥയിലാണ്. തുടങ്ങിയ ജോലി പൂർത്തിയാക്കാൻ അവർക്ക് കഴിയില്ല. ഇതെല്ലാം അവസാനിക്കുമ്പോൾ വരാൻ പോകുന്ന ഫൈനൽ ഔട്ട്കം അമേരിക്ക ഒരിക്കൽ പോലും പടിഞ്ഞാറൻ ഏഷ്യയിലേക്ക് ഇനി മടങ്ങി വരില്ല. ഇറാഖിൽ വന്ന പോലെ, അഫ്ഗാനിസ്ഥാനിൽ വന്ന പോലെ, ഇപ്പോൾ ഇറാനിൽ വന്ന പോലെ ഇനി വീണ്ടും കൂടുതൽ ശേഷി സംഭരിച്ച് വേറെ എവിടെ എന്ത് പ്രശ്നം ഉണ്ടാക്കിയാലും അവരിനി പശ്ചിമേഷ്യയിലേക്ക് കടക്കാൻ പോകുന്നില്ല. മിഡിൽ ഈസ്റ്റിൽ അമേരിക്കൻ സാന്നിധ്യം ആദ്യം താമസിയാതെ അവിടുന്ന് വാഷ്ഡ് ഔട്ടായി മാറും. അവിടെ വട്ടപൂജ്യമായിട്ട് മാറും. ഇത് പറയുന്ന സമയത്ത് ഇന്നലെ വന്ന ഒരു വാർത്ത ഇതിനോട് കൂടി വായിച്ചാൽ, ഇതിനോട് കൂട്ടിച്ചേർത്ത് വായിച്ചാൽ കുറേ കൂടി കാര്യങ്ങൾ ബോധ്യമാകും. അമേരിക്കൻ നാവികസേനയുടെ ഒരു അറിയിപ്പാട് കേട്ടോ. അപകടമുണ്ട്. ഹോർമുസ് കടലിടുക്കിലൂടെ പോകുന്ന കപ്പലുകൾക്ക് അകമ്പടി സേവിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്ന് അമേരിക്കയുടെ നാവികസേന അറിയിച്ചിരിക്കുകയാണ്. നിലവിലെ സംഘർഷ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നു പോകുന്ന വാണിജ്യ കപ്പലുകൾക്ക് സൈനിക അകമ്പടി നൽകാൻ ഇപ്പോൾ US നാവികസേനയ്ക്ക് കഴിയില്ലെന്ന് അവർ പരസ്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഈ ഒരു കാര്യം ആഗോള ഷിപ്പിംഗ് വ്യവസായ മേഖലയെ തന്നെ സേന അറിയിച്ചിട്ടുണ്ട്. അമേരിക്കയുടെ സഹായത്തോടു കൂടിയിട്ട് ഹോർമുസ് കടലിടുക്ക് കടക്കാമെന്ന് വ്യാമോഹിക്കേണ്ട കാര്യം. യുദ്ധം ആരംഭിച്ചത് മുതൽ ഈ സുപ്രധാന ജലപാതയിലൂടെ കടന്നു പോകാൻ ശ്രമിക്കുന്ന ടാങ്കറുകൾക്ക് സംരക്ഷണം വേണമെന്ന് ഷിപ്പിംഗ് കമ്പനികൾ ആവശ്യപ്പെടുന്നുണ്ട്. കാരണം അത് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ്. നേരിട്ട് ജനങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യമാണ്. അവർക്കുള്ള ആഹാര സാധനങ്ങൾ, അവർക്ക് എണ്ണ എന്നിത്യ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകേണ്ട കാര്യമാണ്.
ലോകത്തിൽ ലോകരാജ്യങ്ങൾ നിശ്ചലമായി പോകാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. ആയതുകൊണ്ട് തന്നെ യുദ്ധം നടക്കുമ്പോഴും ഈ ഹോർമുസ് കടലെടുക്കുന്ന സുപ്രധാന ജലപാതയിലൂടെ കടന്നു പോകാൻ ടാങ്കറുകൾക്ക് അനുമതി നൽകണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഷിപ്പിംഗ്, ഓയിൽ മേഖലകളിലെ പ്രതിനിധികളുമായിട്ട് US നേവി പതിവായിട്ട് ചർച്ചകളും നടത്തി വരുന്നുണ്ട്. ഭീഷണിയുള്ള സാഹചര്യത്തിൽ കപ്പലുകൾക്ക് അകമ്പടി സേവിക്കാൻ തങ്ങൾക്ക് കഴിയില്ല. അതിന് ഞങ്ങൾക്ക് കഴിയുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നുണയായിരിക്കും. അനുഭവിക്കാൻ പോകുന്നത് നിങ്ങളായിരിക്കും. ഈ കൂടിക്കാഴ്ചകളിലൊക്കെ നേവി വ്യക്തമാക്കിയത് അതാണ്. ആക്രമണ സാധ്യത കുറഞ്ഞാൽ അങ്ങനെ സാഹചര്യം വരുമ്പോൾ മാത്രമാണ് അകമ്പടി സാധ്യമാകൂ എന്നാണ് നാവികസേനയുടെ നിലപാടെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. നിലവിൽ സംഘർഷം കുറയ്ക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചർച്ചകളും ഇപ്പോൾ നടക്കുന്നില്ല. അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും സംയുക്ത അടിക്ക് അതേ നാണയത്തിൽ തന്നെയാണ് ഇറാൻ തിരിച്ചടിക്കുന്നത്. ഫെബ്രുവരി 28 ആക്രമണം ആരംഭിച്ച ശേഷം ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതം പരിപൂർണമായിട്ട് നിലച്ചിട്ടുണ്ട്. ഇതോടെ എണ്ണ വിതരണം തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഹോർമുസ് കടലിടുക്കിലൂടെ പോകുന്ന എണ്ണക്കപ്പലുകൾക്ക് ആവശ്യമെങ്കിൽ US നാവികസേന അകമ്പടി സേവിക്കുമെന്ന് നേരത്തെ ട്രംപ് വ്യക്തമാക്കിയിരുന്നു. ഇതിന് ഇറാൻ വെല്ലുവിളിച്ചു. അങ്ങനെ ഒരു കപ്പൽ കടന്നു പോകണമെങ്കിൽ ഞങ്ങൾ കത്തിച്ചു കളയുന്നതാണ് അവർ പറഞ്ഞത്. അവരുടെ വരവിനായിട്ട് ഞങ്ങൾ കാത്തിരിക്കുകയാണെന്നാണ് ഇറാനിലെ സൈനിക വക്താവ് അലി മുഹമ്മദ് നൈനയുടെ പ്രതികരണം. അമേരിക്ക അത്തരമൊരു തീരുമാനം എടുക്കും മുമ്പ് 1987 ആക്രമണവും ഇടയുണ്ടായിട്ടുള്ള സംഭവങ്ങളും ഓർമ്മിക്കുന്നത് നന്നാവുമെന്നും ഇറാനിയൻ സേന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതോടുകൂടി ഒരു കാര്യം മനസ്സിലായി. ഇപ്പോൾ യുദ്ധത്തിലെ ഏറ്റവും വലിയ ആയുധം ഹോർമുസ് കടലിടുക്ക്. അതാണ് ഇറാൻ്റെ ഏറ്റവും വലിയ ആയുധം. ആ ആയുധത്തെ പ്രതിരോധിക്കാൻ, ആ ആയുധത്തെ ആക്രമിക്കാൻ ഇസ്രായേലിന് അമേരിക്കയ്ക്ക് കഴിയില്ലെന്ന് അമേരിക്ക തന്നെ തൻ്റെ സ്വന്തം തൊള്ള കൊണ്ട് വിളിച്ചു പറഞ്ഞിരിക്കുകയാണ്. അതിലൂടെ ട്രംപ് അവിടുത്തെ പ്രസിഡന്റ് പറഞ്ഞിരുന്നു, അതുപോലെ അതിലൂടെ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ ഞങ്ങൾ അറിയിച്ചാൽ ഞങ്ങൾ അതിന് വേണ്ടുന്ന സുരക്ഷിതത്വം ഏർപ്പാടാക്കാമെന്ന് നാവികസേന പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് നടക്കാത്തൊരു കാര്യമാണ്. കാരണം ഇറാൻ്റെ അതിർത്തികളിൽ, അവരുടെ ബേസുകളിൽ നിന്ന് അവരുടെ ആയുധങ്ങൾ, ബോംബടക്കമുള്ള ആയുധങ്ങൾ കൈകൊണ്ടെടുത്ത് വലിച്ചെറിയാവുന്ന അത്രയും ദൂരത്തിലാണ് ഹോർമുസ് കടലിടുക്കിൻ്റെ ആ ഭാഗം മുഴുവൻ കിടക്കുന്നത്. അത് അവരുടെ ഇറാൻ്റെ അധീനതയിൽ കിടക്കുന്ന സ്ഥലമാണത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു തരത്തിലുള്ള സെക്യൂരിറ്റി എത്ര ശക്തമാണെങ്കിൽ പോലും അത് വിജയിക്കാതെ വരും. ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു മുന്നറിയിപ്പായിട്ട് പറഞ്ഞിരിക്കുകയാണ്, നിങ്ങളുടെ ചരക്ക് കപ്പലുകൾ ഹോർമുസ് കടലിലേക്ക് പ്രവേശിക്കേണ്ടതില്ല. പ്രവേശിക്കുകയാണെങ്കിൽ തിരിച്ചു പോകാൻ നിങ്ങൾക്ക് കഴിയില്ല. അതിന് ഞങ്ങളുടെ ഭാഗത്തു നിന്നൊരു സഹായം കിട്ടാനുള്ള സാധ്യതകളും ഞങ്ങൾ തന്നെ പറയുന്നു. അത് നിങ്ങൾ ആരായേണ്ട, നടക്കുന്ന കാര്യമല്ല എന്ന്. എന്തായാലും ഇനി ഒരിക്കൽ കൂടി ഈ യുദ്ധം കഴിഞ്ഞാൽ ഇനി ഒരിക്കൽ കൂടി പശ്ചിമേഷ്യയിലേക്കൊരു നോട്ടം അത് അമേരിക്കയുടെ ഭാഗത്തുണ്ടാവില്ല. അമേരിക്ക പശ്ചിമേഷ്യയെ മറന്നു കളഞ്ഞാൽ വലിയൊരു ചോദ്യം അവശേഷിക്കുകയാണ്. പണ്ട് കാലം കൂടെ ഉണ്ടായിരുന്നില്ല, ഇമ്മടി വലിയൊരു ചോദ്യം അവിടെ ഉദിക്കുകയാണ്. അമേരിക്ക പശ്ചിമേഷ്യയെ മറന്നു കഴിഞ്ഞാൽ ഇസ്രായേലിൻ്റെ ഗതി എന്താകും? അതാണ് ആ ചോദ്യം. നിങ്ങളുടെ കയ്യിൽ ഉത്തരവുണ്ടോ?